എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗായിട്ടാണ്. വേറെ ആരുടെയല്ല, നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ഡേറ്റിൻ്റെ അന്നാണ് നമ്മൾ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അധികമൊന്നും ഉണ്ടായില്ല, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഫൈനലി 1 വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്ത ഗിഫ്റ്റ് കയ്യിലേക്ക് വന്നത്. വേറൊന്നുമല്ല, ഒരു ഫോണും അതുപോലെ തന്നെ ഫോൺ കേസുമാണ്. നമ്മുടെ ഫോൺ ആകെ ചീത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോൺ മേടിച്ചു കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഫോൺ മേടിച്ചു. അപ്പോൾ അത് എന്തോ ഡിലേ ഒക്കെ കൊണ്ട് ബർത്ത്ഡേ കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ടാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ നമ്മളത് ഒരു സർപ്രൈസ് രീതിയിൽ കൊടുക്കാമെന്ന് ഓർത്തു. കാരണം അന്ന് അമ്മയ്ക്ക് ഇച്ചിരി വിഷമമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, കാരണം ഗിഫ്റ്റൊന്നും കിട്ടിയില്ല. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ അവർ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊച്ചിച്ചിരി സമാധാനമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോക്സിൽ നിറയെ ഇങ്ങനെ പേപ്പറൊക്കെ വെച്ചിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാം പൊതിഞ്ഞ് അതിൻ്റെ അകത്ത് തന്നെ 2 ഗിഫ്റ്റും ഈ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും മാറ്റി വയ്ക്കാം എവിടെയെങ്കിലും അമ്മ കാണാത്ത രീതിയിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർത്തു എന്തെങ്കിലും സ്വീറ്റ്സ് കൂടെ ഉണ്ടാക്കിയേക്കാം, എന്തായാലും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയല്ലേ എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടപ്രഥമനും ഗിഫ്റ്റും അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അമ്മയും ചേട്ടനും ജോലിക്ക് വയ്ക്കുക, അവർ വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഫൈനലി അമ്മയും ചേട്ടനും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞങ്ങൾ അമ്മേനോട് സോഫയിൽ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ഒരു ഊഹം കിട്ടി ഏകദേശം. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചുമ്മാ പറ്റിക്കുക കേട്ടോ, ഒരു കിറ്റൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ കൊടുക്കുകയാണ്. ഇതാണ് നിൻ്റെ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ മുഖത്തത്തെ ആ സന്തോഷം കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഫൈനലി ചേട്ടൻ ഗിഫ്റ്റ് കൊണ്ടൊന്ന് കൈ കൊടുത്തപ്പോൾ അമ്മയുടെ റിയാക്ഷൻ, അമ്മ ഇരുന്നെടുത്തുനിന്ന് ചാടിയൊക്കെ എണീറ്റിട്ടാണ് ഗിഫ്റ്റ് മേടിച്ചത്. അങ്ങനെ അമ്മേനോട് ഞാൻ വേഗം പൊളിക്കാനൊക്കെ പറഞ്ഞിട്ട് അമ്മ അത് വേഗം പൊളിക്കേണ്ടതിന് പകരം അമ്മ പയ്യെ ഭയങ്കര സ്ലോ മോഷനിലാണ് പൊളിച്ചുകൊണ്ടിരുന്നത്. അമ്മ പേപ്പറിന് വേദനിക്കരുതെന്നുള്ള രീതിയിലായിരുന്നു തുറന്നുകൊണ്ടിരുന്നത്. ഞാൻ 2x ഇട്ടിട്ടാണ് ഗൈസ് ഈ വീഡിയോ ഇത്രയെങ്കിലും സ്പീഡിൽ പോണത്. വീഡിയോന് വളരെയധികം ലെങ്ത് ഉണ്ടായിരുന്നു. ഞാൻ അമ്മേനോട് വേഗം പൊളിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പൊളിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫൈനലി അമ്മ കവറിന് വേദന എടുക്കാത്ത രീതിയിൽ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ പേപ്പർ ഞാൻ ഇങ്ങനെ കീറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് കണ്ടിട്ട് ഇതെന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ഗിഫ്റ്റ് കണ്ടതിൽ കൂടുതൽ സന്തോഷം അമ്മയ്ക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിരുന്നു. അമ്മ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ ഇതും അമ്മ നേരത്തെ പോലെ തന്നെ കവറിന് വേദനിക്കാത്ത രീതിയിൽ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇനി നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാവുന്ന നമ്മളെ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളത്. ഇത് നമ്മളും ആഗ്രഹിച്ചുള്ളൂ, ഈ ഒരു സ്മൈൽ കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എന്തോ ഒരു ഹാപ്പി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഉമ്മയും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഉമ്മയൊക്കെ തന്നതിനിപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ ഇരിക്കുക, ആ ബോക്സിൽ ഒന്നും കൂടെ ഒന്ന് തപ്പി നോക്കി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ 2ാമത്തെ ഗിഫ്റ്റ് എടുത്തു. അപ്പോൾ അമ്മ ഡെയറി മിൽക്ക് ആണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ മെൽറ്റായി പോയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അമ്മ തന്നെ ഇങ്ങനെ ഗസ് ചെയ്തുകൊണ്ടിരിക്കുക, ഡെയറി മിൽക്കാണ് ഇതാണെന്നൊക്കെ. കണ്ടപ്പോൾ ഉള്ള അമ്മയുടെ റിയാക്ഷൻ ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോണാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, അമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ബാറ്ററിയൊക്കെ വീർത്ത് ആകെ മോശം കണ്ടീഷനായിരുന്നു അതിൻ്റെ. അപ്പോൾ അമ്മ ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അമ്മ പുതിയ ഫോണൊന്നും മേടിക്കാണ്ട് മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ മേടിച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷം, അത് കിട്ടിയതിന് അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെയൊക്കെ പാരൻസിനെ സന്തോഷിപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ. ഇപ്പോഴത്തെ നമ്മുടെ ഫോൺ ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.